ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. അങ്ങനെ ഇതാ നമ്മുടെ ചോദ്യത്തിൻ്റെ ആ ഒരു സ്ക്രീന് വന്നിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ മുന്നത്തെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. ലോഗിൻ ചെയ്യുന്നതും പാസ്വേഡ് അടിക്കുന്നതും ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആണ്. അത് കാണാത്തവർ അത് കണ്ട ശേഷം ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്പർ 1 എന്ന് നിങ്ങൾക്ക് മുകളിൽ കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ചോദ്യം കാണാം. അതിന് താഴെയായിട്ട് ഇങ്ങനെ 4 ഓപ്ഷൻസ് കാണാം. ആ ഓപ്ഷൻസിൻ്റെ കൂടെ 1 2 3 4 എന്നും കാണാം. ആ ഒരു നമ്പറിൻ്റെ കൂടെയുള്ള ആ സർക്കിൾ ഉണ്ടല്ലോ, റൗണ്ട്, അതിലാണ് നിങ്ങൾ മൗസ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യേണ്ടത്. പുറത്തൊന്നുമല്ല, ആ ഒരു അവിടെ തന്നെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ 1 ആണെങ്കിൽ 1ൻ്റെ അടുത്തും, 2 ആണെങ്കിൽ 2ൻ്റെ അടുത്തും, 3 ആണെങ്കിൽ 3ൻ്റെ അടുത്തും അങ്ങനെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ആ ഒരു ആൻസർ ലോക്ക് ആവുള്ളൂ. അതിൻ്റെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം സബ്മിറ്റ് എന്ന് കാണുന്നുണ്ടോ? സബ്മിറ്റ് എന്ന് കാണാം. ആ ഒരു സബ്മിറ്റ് നിങ്ങൾ ആൻസർ ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുത്താൽ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രീൻ മാർക്ക് വരും. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ താഴെ മാർക്ക് എന്നും കാണും. അഥവാ നിങ്ങൾക്ക് ഉത്തരം തെറ്റാണെങ്കിൽ അവിടെ റെഡ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ സമയം അവിടെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. 30 സെക്കൻഡ് സമയം നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് സ്ക്രീൻ ഉണ്ടാവുക. ഇനി ക്യാപ്ചയുടെ കാര്യം ഞാൻ പറയുന്നില്ല ഇതിലൂടെ, കാരണം ക്യാപ്ച കുറേ മാറിയിട്ടുണ്ടെന്ന് പറയുന്നു, അപ്ഡേറ്റ് ആയി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. 3 ക്വസ്റ്റ്യൻ്റെ കൂടെ ഇല്ല ഇപ്പോൾ എന്നൊക്കെ ചില ആൾക്കാർ, എക്സാം എഴുതിയ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ക്യാപ്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിനെയും പിന്നെ കുറച്ച് ചോദ്യങ്ങളും നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചോദ്യം നമ്പർ 1, അമിത വേഗതയോ അപകടകരമായതോ ആയ ഡ്രൈവിംഗ് എന്താണെന്നാണ് ഓപ്ഷൻസ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അധികാരികൾക്കുള്ള കർശനമായ മുന്നറിയിപ്പ് ആകർഷിക്കുന്നു, കുറ്റവും ശിക്ഷാർഹവുമാണ്, മറ്റു റോഡ് ഉപയോക്താക്കളെ ആകർഷിക്കുക, കാലതാമസം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക. ഇതിലെ ശരിയായ ആൻസർ എന്താണ്? 2 ആണല്ലേ. കുറ്റവും ശിക്ഷാർഹവുമാണ്. അമിത വേഗതയോ അപകടകരമായ അതോ ആയ ഡ്രൈവിംഗ് കുറ്റവും ശിക്ഷാർഹവുമാണ്. അപ്പം നമുക്ക് മൗസ് കേഴ്സർ കൊണ്ടുപോയിട്ട് എവിടെ കൊടുക്കാം? 2ൽ കൊടുത്ത ശേഷം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. അപ്പം നമുക്ക് അവിടെ എന്ത് വരും? ഗ്രീന് വരും. അതിനുശേഷം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയും ചെയ്യാം. ക്ലിക്ക് ചെയ്തു, സബ്മിറ്റ് കൊടുത്തപ്പോൾ അതാ കണ്ടില്ലേ, സെക്കൻഡ് ആൻസർ ശരിയാണ്. ശരിയാണെങ്കിൽ ഇങ്ങനെ ഗ്രീൻ വന്നു, തെറ്റാണെങ്കിൽ റെഡ് ആണ് കേട്ടോ വരിക. അപ്പോൾ നമ്മുടെ ഈ ഉത്തരം ശരിയാണ്. ഇനി ഈ ഉത്തരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മളൊന്നും ചെയ്യണ്ട, നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ലഭിച്ച മാർക്ക് താഴെ 1 എന്ന് പറഞ്ഞിട്ട് കാണും. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ചിത്രം തന്നിട്ട് അതിൽ എന്താണ് ഈ ഒരു ഹാൻഡ് സിഗ്നൽ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു, മറ്റെല്ലാ വാഹനങ്ങളും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു ഹാൻഡ് സിഗ്നൽസ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നതാണ് അല്ല, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇത് ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചിഹ്നമാണ്, അല്ലെങ്കിൽ ഒരു സിഗ്നലാണ്. അപ്പോൾ നമുക്കിതെന്ത് ചെയ്യാം? ഇത് ഓപ്ഷൻ 1 ലോക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാം. അപ്പം ഞാൻ ഓപ്ഷൻ 1 ലോക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു. ഇതിലും ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻ ലോക്ക് ചെയ്യുക. ഓപ്ഷൻ 1 ലോക്ക് ചെയ്ത ശേഷം, ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് മൗസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. തെറ്റാണെങ്കിൽ റെഡ് കളർ കാണിക്കും, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. വലത് റിവേഴ്സ് ബെൻഡ്, വലത് ഹെയർപിൻ ബെൻഡ്, വലത് യു ടേൺ ബെൻഡ്, വലത്തേക്ക് തിരിഞ്ഞ് മുന്നോട്ട് പോകുക. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഒരു തെറ്റായ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതെങ്ങനെയാണ് സ്ക്രീനിൽ വരുന്നത് എന്നുകൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, തെറ്റായ ആൻസർ ലോക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇനി ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. രാത്രി പാർക്കിംഗ് സമയത്ത് പാലിക്കേണ്ട മുൻകരുതലുകൾ എന്താണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സർവീസ് റോഡിൽ പാർക്ക് ചെയ്യുക, പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക. റോഡിന്റെ പുറത്ത് പാർക്ക് ചെയ്യുക, പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക. ഉരുളുന്നത് തടയുന്നതിന് ടയർ ജാക്കി ഉപയോഗിക്കുക.
ട്രാഫിക്കിൽ നിന്ന് അകന്ന് കാൽനടപ്പാതയിൽ വാഹനം പാർക്ക് ചെയ്യുക. ഇത് രാത്രി പാർക്കിംഗ് സമയത്ത് പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, താഴെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകളൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ ഓപ്ഷൻ 2 ക്ലിക്ക് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. ആൻസർ ശരിയാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോയി. നെക്സ്റ്റ് ചോദ്യം, മദ്യപാനം നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻസ്: നിങ്ങളുടെ ശ്രദ്ധ കുറയ്ക്കുന്നു, ഏകാഗ്രതയും ശ്രദ്ധയും കുറയ്ക്കുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ഏകാഗ്രത കുറയ്ക്കുന്നു. ഇതൊക്കെയാണ് ഇതിലെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ശരിയായ ആൻസറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്താൽ ശരിയാണെങ്കിൽ ഗ്രീൻ വരും, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. ഇത് തന്നെയാണ് പ്രോസസ്സ്. കണ്ടില്ലേ, നെക്സ്റ്റ് പോകും. ഇനി ചോദ്യ നമ്പറും ഒരു ഹാൻഡ് സിഗ്നൽ തന്നെയാണ്. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: പിന്നാലെ വരുന്ന വാഹനം നിർത്താൻ അപേക്ഷിക്കുന്നു, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 30 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യണം? ഇതിന് ആൻസർ ക്ലിക്ക് ചെയ്തിരിക്കണം. ക്യാപ്ചയുള്ള ചോദ്യമാണെങ്കിൽ ആ ടൈമിനുള്ളിൽ ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ ഓപ്ഷൻ ഏതാണോ ശരിയായ ആൻസർ അതിനെ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു. ഇപ്പോൾ 4ാമത്തെ ഉത്തരം ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു. നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരും. വീണ്ടും ഒരു ഹാൻഡ് സിഗ്നലാണ്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധിത വൺ വേ, നിർബന്ധമായി മുന്നോട്ട് പോവുക, റോഡ് സൈഡ് റോഡുകളില്ല, യൂണി ദിശ ട്രാഫിക്. ഈ ക്വസ്റ്റ്യൻ തന്നെയല്ല കേട്ടോ വരിക. സയൻസ് മാത്രമൊന്നല്ല ചോദിക്കുക, തിയറീസും ഉണ്ടാവും. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ മാതൃകയാണ് ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് വിചാരിച്ച് ഇത് മാത്രം പഠിച്ചു പോയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇതിലും നമ്മൾ മുന്നത്തെ സ്റ്റെപ്പ് പോലെ തന്നെ എന്ത് ചെയ്യണം? ശരിയായ ആൻസർ ലോക്ക് ചെയ്യണം. ഇതിൻ്റെ ആൻസർ എന്താണ്? ഞാൻ പറയുന്നതിന് മുമ്പ് കിട്ടിയവർ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ 2 ആണ്. അത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വഴി കൊടുക്കുക, നിർത്തുക, നോട്ട് എ ട്രാഫിക് സൈൻ. ഇതിപ്പോൾ എന്തോ ഒരു എറർ വന്നതാണ്. ഇങ്ങനെയും നിങ്ങൾക്ക് സംഭവിക്കാം. ഇങ്ങനെയും കുറേ പേര് ഫെയിലായിട്ടുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. 2 നിർത്തുക ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേത് നിർത്തുക? രണ്ടിൻ്റെയും ഈ ചോദ്യത്തിന് 2ഉം ആൻസറാണ് അല്ലേ? 2 ആൻസറിനും കൂടി ഒരു ചോദ്യം. ഇങ്ങനെയൊക്കെ എറർ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു നിർത്തുക സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ തെറ്റാണ് ചിലപ്പോൾ കാണിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ശരി കാണിക്കും. നമുക്ക് നോക്കാം. ഇപ്പോൾ തെറ്റാണ് കാണിച്ചിരിക്കുന്നത്. 2ാമത്തെ നിർത്തലല്ല, 3ാമത്തെയാണ്. അപ്പോൾ നമുക്ക് ചോദ്യം നമ്പർ 9ലേക്ക് പോകാം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ പാലം, ഫെറി, മുന്നിൽ എയർപോർട്ട്, മുന്നിൽ കപ്പൽ തുറമുഖം. ഇതാണ് 4 ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇതിൽ ശരിയായ ആൻസർ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ എന്താണ്? ഇത് ഓപ്ഷൻ 2 ആണ് ശരിയായത്. അത് ലോക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഈ ഹാൻഡ് സിഗ്നൽസ് ഒക്കെ ഞാൻ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ. ഇതിൻ്റെ ആൻസർ നമ്മൾ 3 ലോക്ക് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. താഴെ പറയുന്ന വയിൽ പാർക്കിംഗ് നിരോധിച്ച സ്ഥലം ഏതാണ്? ആശുപത്രിയുടെ പ്രവേശന കവാടം, പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നിടത്ത്, നടപ്പാതയിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇങ്ങനെ 3 ആൻസേഴ്സും ശരിയാക്കി വന്നിട്ട് ലാസ്റ്റ് 3 ആൻസേഴ്സും ശരിയാണ് എന്നുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിൽ കണ്ടോ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരിയായ ആൻസർ ലോക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ ലോക്ക് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ഒരു മാർക്ക് പോയിട്ടുണ്ടല്ലോ, 2 മാർക്ക് പോയിട്ടുണ്ട്. ആ സ്റ്റോപ്പ് എന്നുള്ളതിൽ 2 ആൻസർ ഒരു ചോദ്യത്തിന് വന്നതുകൊണ്ട് ആ 2 മാർക്ക് പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് 8 മാർക്കാണ്. അപ്പോൾ 18 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പാസ്സാവാൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആ 2 മൈനസ് ചെയ്താൽ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇനി അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പാസ് എന്ന് കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മൈനസ് ആകുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതും കൂടുന്നതായിരിക്കും. പിന്നെ ഇതിനിടയിൽ 5, 10, 20 പിന്നെ ക്വസ്റ്റ്യൻ്റെ താഴെയായിട്ട് ഈ ഒരു സ്ക്രീനിന് താഴെയായിട്ട് ക്യാപ്ച വരുമെന്ന് പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം.
ഓക്കെ. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ സ്കിപ്പ് അറിയാത്തതാണെങ്കിൽ ക്യാപ്ചെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആൻസർ ഇങ്ങനെ നമ്മൾ മുകളിൽ പറഞ്ഞവയെല്ലാം ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുത്തു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നു എന്ന സൈൻ ബോർഡ് ഒരു മോട്ടോർ വെഹിക്കിൾ റൈഡർ കാണുമ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് എത്ര വേഗതയിൽ സഞ്ചരിക്കാം എന്നുള്ളതാണ്. മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടുതൽ വാഹനത്തിൻ്റെ പരമാവധി വേഗത, മണിക്കൂറിൽ 50 കിലോമീറ്റർ കൂടരുത്, നിർദ്ദിഷ്ട റോഡിൻ്റെ വേഗത പരിധിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ നമ്പർ ലോക്ക് ചെയ്യുക, അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ 4 കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി. ഒരു വാഹനം മറികടക്കാൻ പാടില്ലാത്ത സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? മുന്നോട്ടുള്ള വഴി കാണാത്തപ്പോൾ, വളവുകളിൽ, ജംഗ്ഷനുകളിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിൻ്റെ ആൻസറും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ 4 ലോക്ക് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവും. അടുത്തത്, നിങ്ങൾ ഒരു വലിയ വാഹനത്തിന് പുറകെയാണ് ഓടിക്കുന്നത്. നിങ്ങളുടെ കാഴ്ച എങ്ങനെ മെച്ചപ്പെടുത്താം? ഓപ്ഷൻസ്: കഴിയുന്നതും വേഗം മറികടക്കുക, ഇടത്തോട്ട് നീക്കുക, കൂടുതൽ അകലം പാലിക്കുക, നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. ഇതിൻ്റെ ആൻസർ നമ്മൾ 3 ക്ലിക്ക് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. 3 ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ 3 അല്ല 4 ആണെങ്കിൽ സബ്മിറ്റിന് മുന്നേ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2 വിചാരിച്ചിട്ട് 3 ക്ലിക്ക് ചെയ്ത് പോയാൽ പ്രശ്നമില്ല, മാറ്റിയിട്ട് 2ലേക്ക് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ കൂടുതൽ അകലം പാലിക്കുക എന്നുള്ളതാണ് ശരിയായ ആൻസർ. സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു, വാഹനം കയറ്റത്തിൽ നിർത്തുമ്പോൾ ക്ലച്ചിൽ വാഹനം നിർത്തണം, കാലുകൊണ്ടുള്ള ബ്രേക്കിൽ വാഹനം നിർത്തണം, നിർത്തിയ ശേഷം പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കണം, ഗിയറിൽ വാഹനം നിർത്തണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരും. നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: അപകട സ്ഥലത്ത് നിർത്തുക, സാധ്യമെങ്കിൽ ഇരയ്ക്ക് പ്രഥമ ശുശ്രൂഷ നൽകുകയും വൈദ്യസഹായം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുക, വാഹനം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കുക, ഇൻഷുറൻസ് അധികൃതരെ എത്രയും വേഗം അറിയിക്കുക, ആൾക്കൂട്ടമുണ്ടെങ്കിൽ വാഹനം നിർത്തരുത്. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ചോദ്യം തന്നു കഴിഞ്ഞാൽ ആൻസർ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആൻസർ ഏതാണെന്ന്. ഇപ്പം ഇതിപ്പോൾ ഉത്തരം 1 ആണ്. 1 കൊടുത്തു, സബ്മിറ്റ് കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ പാലം, ഫെറി, എയർപോർട്ട്, കപ്പൽ തുറമുഖം. ഇത് നേരത്തെ തന്ന ചോദ്യം തന്നെയാണ്. ഇത് ഫെറിയാണ്. ക്ലിക്ക് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. ഇനി ഇത് നമ്മുടെ 18ാമത്തെ ചോദ്യമാണ്. ഇപ്പോൾ മറ്റേത് രണ്ടും ഒരു എറർ വന്നതുകൊണ്ട് നമ്മളത് കണക്കാക്കുന്നില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് 18ൽ തന്നെ കണക്കാക്കുകയാണ്. ഈ 18 ഉത്തരങ്ങളും നിങ്ങൾക്ക് ശരിയാണെങ്കിൽ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ പാസ് എന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ആൻസർ നമുക്ക് നോക്കാം. സൈക്കിൾ ട്രാക്ക്, സൈക്കിൾ ക്രോസ് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, സൈക്കിൾ ക്രോസിംഗ്, മോട്ടോർ സൈക്കിൾ ട്രാക്ക്. ഇവിടെ സൈക്കിൾ ട്രാക്കും ക്രോസിങ്ങും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ട്രാക്കും ക്രോസിങ്ങും ആണോ എന്നുള്ളത്. അപ്പോൾ ഇത് സൈക്കിൾ ട്രാക്കാണ് കേട്ടോ. 3, 2, 1. 30 ചോദ്യങ്ങൾക്കിടയിൽ 18 മാർക്ക് നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്? അപ്പം നിങ്ങൾ പാസ്സായി. ഇവിടെ പാസ് എന്ന് കാണിക്കും. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.